ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. കഴിഞ്ഞ ആഴ്ച പറയണമെന്ന് വിചാരിച്ച ഒരു ഓണവിശേഷം തിരക്കിൻ്റെ ഇടയിൽ അങ്ങോട്ട് മറന്നു. കല്യാണ തിരക്കിൽ താലി കെട്ടാൻ മറന്നു എന്ന് പറയാറില്ലേ, അതന്നെ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പല വീടുകളിലും ഓണസദ്യ ഒന്നും ഒരുക്കാറില്ല. പല വീട്ടുകാരും ഹോട്ടലുകളിലാണ് ഓണസദ്യ കഴിക്കാറ്. എന്നാൽ അതിൽ ചെറിയൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും അധ്വാനിക്കുന്ന സ്ത്രീകൾക്ക് ഓണത്തിനെങ്കിലും ഒരു ദിവസം ഒഴിവ് കിട്ടണ്ടേ. ആണുങ്ങൾ പേപ്പറും വായിച്ച് ചാരശേലയിൽ കിടന്ന് ചായ കൊണ്ടുപോവാ, കാപ്പി കൊണ്ടുപോവാന്ന് വിളിച്ചു പറയല്ലേ പതിവ്. എന്നാൽ ഓണത്തിൻ്റെ അന്നെങ്കിലും സ്ത്രീകൾക്ക് അടുക്കളയിൽ കയറാതെ ആളിനോടൊക്കെ വർത്തമാനം പറഞ്ഞ് സദ്യയും കഴിച്ച് പോരാന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം തന്നെയാണ് തിരുമേനിയുടെ അഭിപ്രായം. എന്നാൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും ഹോട്ടലിലേക്ക് പുറപ്പെട്ടപ്പോൾ ഹോട്ടലുകളിൽ നല്ല തിരക്ക്. 1-2 മണിക്കൂറാണത്രേ പലരും ഭക്ഷണം കിട്ടാൻ കാത്തിരുന്നത്. പട മേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പെടാന്ന് കേട്ടിട്ടില്ലേ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. അൺഎയ്ഡഡ് എന്നുള്ള ഓമന പേരിൽ സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്കൂളുകളിൽ CBSE, ICSE തുടങ്ങിയ സിലബസുകളാണ് പഠിപ്പിക്കാറ്. എന്നാൽ പഠിപ്പും സ്കൂളും കുട്ടികളുടെ ഫീസൊക്കെ ശികേമാ. ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമേ പിശുക്കുള്ളൂ. തല്ലും കുത്തും ചെണ്ടയ്ക്ക് പൊന്നും പണവും ആരാർക്കെന്ന് കേട്ടിട്ടില്ലേ? അതന്നെ. ഗവൺമെൻറ് നിരക്കിൽ ശമ്പളം കൊടുക്കണ ചുരുക്കം ചില സ്കൂളുകളുണ്ട്. ഇതിൽ തന്നെ CBSE അംഗീകരിച്ച സ്കൂളുകളുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരു സഹായവും കിട്ടാത്ത അൺഎയ്ഡഡ് സ്കൂളുകളും ഉണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ കാര്യം കഷ്ടാന്നാ പറയണത്. ഇത്തരം സ്കൂളുകളുടെ പ്രവർത്തനത്തിന് ഒരു മാർഗരേഖ വേണമെന്നും മാഷന്മാർക്ക് സംഘടനാ സ്വാതന്ത്ര്യം കിട്ടാൻ ചട്ടമുണ്ടാക്കണമെന്നും പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ വനിതാ കമ്മീഷനാണ്. അതുപോലെ മാഷന്മാരുടെ സ്റ്റാഫ് റൂമുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കരുതെന്നും കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. വേണ്ട മാതിരി ശമ്പളം കൊടുക്കണില്ല എന്ന് മാത്രമല്ല, സ്റ്റാഫ് റൂമിൽ പറയണ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന സ്കൂളുകളുണ്ട്. ഇത് കേട്ടപ്പോൾ പണ്ട് റഷ്യയിലെ ഒരു നായ അമേരിക്കയിൽ പോയ കാര്യം തിരുമേനിക്ക് ഓർമ്മ വരുന്നത്. റഷ്യയിലെ നായും അമേരിക്കയിലെ നായും തമ്മിലാണ് കണ്ടുമുട്ടി. റഷ്യയിലെ നായ അമേരിക്കയിലെ നായോട് പറഞ്ഞു അത്രേ, നല്ല സുഖാ തനിക്കോ? അമേരിക്കയിലെ നായും പറഞ്ഞു, ഇവിടെയും നല്ല സുഖാ. എന്നിട്ട് ചോദിച്ചു അത്രേ, എന്നാൽ നീ എന്തിനാ റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നത്? അപ്പം നായ മറുപടി പറഞ്ഞു അത്രേ, കുരയ്ക്കാൻ. ജനാധിപത്യത്തിൻ്റെ ജീവവായുവാ അഭിപ്രായ സ്വാതന്ത്ര്യം. എന്നാൽ അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി ഇല്ല എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാ. ഏതായാലും വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെട്ടതിൽ തിരുമേനിയുടെ വക ഒരു സല്യൂട്ട്. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. എന്നാൽ കൊൽക്കത്ത എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ? ചെറിയൊരു മണിയടി. ആര് കൈ കാണിച്ചാലും നിർത്തണ 150 കൊല്ലം പഴക്കമുള്ള വാഹനം. അതന്നെ സാക്ഷാൽ ട്രാമുകൾ. കൊൽക്കത്തയുടെ നിരത്തുകളിൽ 150 കൊല്ലത്തോളമായിട്ട് വളയം തിരിക്കണ ട്രാമുകളുണ്ടല്ലോ. എന്നാൽ അതൊക്കെ നിർത്താൻ പോവാ. പശ്ചിമ ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രാമുകൾ ഇനി ഒരൊറ്റ റൂട്ടിൽ മാത്രമേ സർവീസ് നടത്തൂ. എന്നാൽ 1873 ഈ ട്രാമുകൾ കൊൽക്കത്തയുടെ നിരത്തിലെത്തിയത്. ഇനി ട്രാമുകളിൽ കയറണമെങ്കിൽ എസ്പ്ലനേഡ് മൈതാൻ റൂട്ടിൽ പോകേണ്ടി വരും. എന്നാൽ 151 വയസ്സായ ട്രാമുകൾ വാർദ്ധക്യത്തിലെത്തിയെന്ന് പല ഭാഗത്തു നിന്നും ആക്ഷേപമുണ്ടായി. എന്നാൽ വാഹനങ്ങൾ ചീറിപ്പായണ ഇക്കാലത്ത് ഈ 151 വയസ്സായ ട്രാമുകൾ ഒരു ബാധ്യതയായി തുടങ്ങിയെന്നാണ് പറയണത്. റോഡുകളിൽ ഉള്ള പാളത്തിലൂടെയാണല്ലോ ട്രാമുകളുടെ സഞ്ചാരം. വേഗവും ചെലവും കുറവ്. അതുകൊണ്ടാണ് ട്രാമുകൾ കൊൽക്കത്തക്കാരുടെ ജീവിതത്തിൽ കാലമായിട്ട് സ്ഥാനം പിടിച്ചത്. സ്വരം നന്നാവുമ്പോൾ
പാട്ട് നിർത്തുകയെന്ന് കേട്ടിട്ടില്ലേ? വന്ദേ ഭാരതൊക്കെ ചീറിപ്പായണ ഇക്കാലത്ത് കാളവണ്ടിയിൽ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി അവിവേകമല്ലേ? ഹേ, നാടോടുമ്പോൾ നടുവേതാണല്ലോ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. എന്നാൽ തിരുമേനി വെജിറ്റേറിയനാന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊന്നും സംശയം ഉണ്ടാവില്ലല്ലോ. എന്നാൽ മത്സ്യം കഴിക്കില്ലാച്ചാലും മത്സ്യത്തിൻ്റെ വാർത്തയാണ് ഇനി വരാൻ പോണത്. മത്സ്യം പിടിക്കുന്ന തൊഴിലാളികൾ നേരിടുന്ന വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. മത്സ്യം പിടിച്ച് കരയിലെത്തിക്കാൻ മണിക്കൂറുകൾ എടുക്കും. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്യും. ഇത് തടയാൻ രംഗത്ത് വന്നത് ആരാന്നറിയോ? സാക്ഷാൽ ഡ്രോണുകൾ. എന്നാൽ 3 തരം ഡ്രോണുകളാണത്രേ കൊൽക്കത്തയിലുള്ള സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചത്. കടലിൽ നിന്ന് കരയിലേക്കും തുറമുഖത്തുനിന്ന് വിവിധ സ്റ്റോറേജ് കേന്ദ്രങ്ങളിലേക്കും കടകളിൽ നിന്ന് വീടുകളിലേക്കും മീനുകൾ ഡ്രോൺ വഴി അങ്ങോട്ട് എത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകാൻ സ്വകാര്യ കമ്പനികളെയും പദ്ധതിയിലേക്ക് ക്ഷണിക്കുന്നതാണ് ഫിഷറീസ് മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി പറയണത്. അപ്പോൾ ചുരുക്കത്തിൽ നല്ല പിടയ്ക്കണ മത്സ്യം തീൻമേശയിൽ അങ്ങോട്ട് എത്തും. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. എന്നാൽ ആമസോൺ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വല്ല ഓൺലൈൻ കമ്പനിയുടെ പേരേതാവും വിചാരിച്ചിരിക്കണത് അല്ലേ? എന്നാൽ തെക്കേ അമേരിക്കയിലുള്ള സാക്ഷാൽ ആമസോൺ കാടിൻ്റെ കാര്യാഹേ പറയാൻ പോണത്. തെക്കേ അമേരിക്കയിൽ വരൾച്ചയുടെയും കാട്ടുതീൻ്റെയും കാഠിന്യം കൊണ്ട് ആമസോൺ മഴക്കാടുകൾ ശോഷിക്കേണ്ടതെന്നാണ് പറയണത്. കഴിഞ്ഞ 40 കൊല്ലത്തിൻ്റെ ഇടയിൽ 8.8 കോടി ഹെക്ടർ വനമാണത്രേ ഇല്ലാണ്ടായത്. എന്നാൽ ഖനനം, കാർഷിക ആവശ്യങ്ങൾ ഇത്യാദികൾക്കാണത്രേ ഇങ്ങനെ വനം നശിപ്പിക്കണത്. 1985 മുതൽ 2023 വരെ ആമസോണിൻ്റെ പച്ചപ്പ് 12% അങ്ങോട്ട് കുറഞ്ഞു. ബ്രസീൽ, ബൊളീവിയ, കൊളംബിയ തുടങ്ങി 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആമസോണാണ് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെ വലിയ അളവിൽ വലിച്ചെടുത്ത് ഭൂമിയെ തണുപ്പിക്കുന്നത്. എന്നാൽ ഈ വർഷമുണ്ടായ കാട്ടുതീയെ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ പുറന്തള്ളാൻ കാരണമായിത്രേ. എന്നാൽ ഈ മാറ്റം കാലാവസ്ഥയെ ബാധിക്കുന്നതാണ് ഈ പഠനത്തിന് നേതൃത്വം കൊടുത്ത പെറുവിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമൺ ഗുഡ് എന്ന ഗവേഷണ സംഘത്തിലെ ശാസ്ത്രജ്ഞന്മാർ പറയണത്. കടുത്ത വരൾച്ച ആമസോണിലെ നദികളുടെ ജലനിരപ്പ് ഏറ്റവും താഴ്ന്ന നിലയിലെത്തിച്ചിരിക്കുന്നു. എന്നാൽ ഇത് 4 കോടിയിലധികം ആളുകളുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്നതാണ് ഈ പഠനം പറയണത്. നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഇടത് ചെവി കൂടെ കേട്ട് വലത് ചെവി കൂടെ പുറത്താണ് കളയും. എന്നാൽ ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുകൾ ഇനി വരും തലമുറയ്ക്ക് ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥാ വ്യതിയാനം സൂചിപ്പിക്കുന്നത്. ഉറങ്ങണവരെ ഉണർത്താൻ എളുപ്പല്ലേ? ഉറക്കം നടിച്ച് കിടക്കണവരെ എന്താ ചെയ്യുക? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. എന്നാൽ കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ എന്താ ചെയ്യുക? സ്വന്തം തടി നോക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാർക്ക് ഒരു തിട്ടൂർ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നു. രോഗികളോട് സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഡോക്ടർമാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ രക്തത്തിലെ കൊഴുപ്പ്, പഞ്ചസാര ഇത്യാദികളൊക്കെ നിയന്ത്രിക്കണമെന്നും ജീവിതശൈലീ രോഗങ്ങളെ കരുതിയിരിക്കണം എന്നൊക്കെ ഡോക്ടർമാർ രോഗികളെ ഉപദേശിക്കാറുണ്ട്. ഉപദേശിക്കൽ എളുപ്പമാണല്ലോ. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർമാരും ശ്രദ്ധിക്കണമെന്നാണ് IMA പറയണത്. എന്നാൽ IMAയുടെ കേരള ഹെൽത്ത്, സ്പോർട്സ് ആൻഡ് വെൽനസ് കമ്മിറ്റിയാണ് സ്വന്തം തടി നോക്കണമെന്ന് ഡോക്ടർമാരോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടി ഡോക്ടർമാർക്ക് ഒരു ഫിറ്റ്നസ് കോൺഫറൻസും
ഇവർ നടത്താൻ പോണുത്രേ. എന്നാൽ ജോലിയുടെ നെട്ടോട്ടമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നല്ല ക്ഷയായിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണ പ്രവണത എല്ലാ മേഖലയിലുമുണ്ട്. നാവിൻ്റെ രുചി മാത്രമാണല്ലോ നോക്കുക. എന്നാൽ ഇങ്ങനെ പതിവായിട്ട് ഭക്ഷണം കഴിച്ചാൽ അപകടം ഉറപ്പാതാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതാണല്ലോ. രോഗത്തിന് ഡോക്ടറും അല്ലാത്തവരും എന്നുള്ള വ്യത്യാസം ഉണ്ടോ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. എന്നാൽ ഒരു പൂച്ച അങ്ങോട്ട് പരിചയപ്പെടാം. യെലോസ്റ്റോൺ ദേശീയോദ്യാനത്തിൽ റെയിൻ വ്യൂ എന്ന് പറയണ ഒരു വളർത്തു പൂച്ചയുടെ കാര്യമാണ് പറയണത്. 2 മാസം കഴിഞ്ഞപ്പോഴാണ് അത്രേ ഈ പൂച്ചയെ അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു കിട്ടിയത്. കാലിഫോർണിയയിലെ ബെന്നി സൂസൻ ദമ്പതിമാർക്കാണ് 2 മാസത്തിന് ശേഷം അവരുടെ ഓമന വളർത്തുപൂച്ചയെ തിരിച്ചു കിട്ടിയത്. റെയിൻ വ്യൂ എന്ന് പറയണ പൂച്ച 2 മാസം കൊണ്ട് 1287 കിലോമീറ്ററാണ് അത്രേ യാത്ര ചെയ്തത്. ഇക്കഴിഞ്ഞ ജൂണിൽ ബെന്നി സൂസൻ ദമ്പതിമാർ ദേശീയോദ്യാനത്തിലേക്ക് പോയതായിരുന്നു. റെയിൻ വ്യൂ എന്ന് പറയണ പൂച്ചയും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഉദ്യാനത്തിൽ വെച്ച് ഈ പൂച്ചേനെ അങ്ങോട്ട് കാണാനില്ലാണ്ടായി. തെരഞ്ഞിട്ടും പൂച്ചേനെ കിട്ടിയില്ല. വളർത്തുമൃഗങ്ങളെ കണ്ടെത്താൻ സഹായിക്കണ പെറ്റ് വാച്ച് എന്ന് പറയണ ഒരു സംഘടന ഉണ്ട്. എന്നാൽ 2 മാസത്തിന് ശേഷം ഈ സംഘടനയുടെ ഒരു സന്ദേശം ഇവർക്ക് അങ്ങോട്ട് കിട്ടി. കാലിഫോർണിയയിലെ റോസ്വില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ ഈ പൂച്ചേനെ കണ്ടെത്തി മൃഗസംരക്ഷണ കേന്ദ്രത്തിലാക്കിയിരിക്കണു അത്രേ. റെയിൻ വ്യൂ എന്ന് പറയുന്ന പൂച്ചയുടെ ശരീരത്തിൽ ഘടിപ്പിച്ച മൈക്രോ ചിപ്പാണത്രേ ഇതിനെ കണ്ടെത്താൻ സഹായിച്ചത്. എന്നാൽ യെലോസ്റ്റോൺ എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് 1287 കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ പൂച്ച റോസ്വില്ലിൽ എങ്ങനെ എത്തി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.